ഭരണഘടനയെ അംഗീകരിച്ച നാൾ തൊട്ട് തന്നെ അതിനെതിരെ RSS പ്രവർത്തനം ആരംഭിച്ചു. നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിച്ചു എന്നത്. അതിൻ്റെ തുടർച്ചയായി സംഭവിച്ചത് നമ്മുടെ രാജ്യത്ത് ഇതിനെയെല്ലാം എതിർത്ത RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിൽ കേന്ദ്രഭരണം ലഭിക്കുന്ന അവസ്ഥയാണ്. BJPയുടെ കയ്യിൽ കേന്ദ്രഭരണം എത്തിച്ചേർന്നതിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അപജയം തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്തായിരുന്നു? കോൺഗ്രസ്സിൽ നേരത്തെ മതനിരപേക്ഷതയുടെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതൃത്വമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് ദുർബലപ്പെട്ടു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മതനിരപേക്ഷതയെ അത്ര കണ്ട് അംഗീകരിക്കാത്ത നിലപാടുകാർ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വർഗീയതയോടൊരു പ്രീണന സമീപനം സ്വീകരിക്കുന്നവർ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. അവരുടെ നിലപാട് ഒരു ഘട്ടത്തിലും ഉപേക്ഷിച്ചില്ല. നിർഭാഗ്യകരമായ വശം, കോൺഗ്രസ്സിലെ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവർ ദുർബലമായി വന്നു എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസ് വലിയ തോതിൽ സംഘപരിവാർ ഉയർത്തുന്ന ആശയഗതികൾ അതുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയായി മാറി. അതിനെ എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. പക്ഷേ സംഘപരിവാർ ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ എതിർക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ്സുകാർ മെല്ലെ മെല്ലെ മാറുന്ന അവസ്ഥയാണ് രാജ്യത്താകെ ഉണ്ടായത്.